യു എയിൽ മാത്രമല്ല GCCയിൽ തന്നെ ഗിഫ്റ്റിംഗ് കൾച്ചർ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഒരു സ്ഥലത്ത് ഒരാൾ മറ്റു സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അവർക്ക് അഭിമാനപ്പെട്ട ഒരു സംഭവമാണ്, എസ്പെഷ്യലി ലോക്കൽസിന്. അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മൾ വി സ്റ്റാർട്ട് ഡൂയിങ് അവർ R&D, where to find good chocolates here in the region. We had a lot of brands, big brands. എല്ലാവരും ഇവിടെ UAE-ലുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ഈ പറയുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന ക്ലയൻസിന് ആ ബ്രാൻഡ്സ് വേണ്ട. കാരണം അത് കഴിച്ച് എല്ലാവർക്കും ഒരു മടുപ്പ് പോലെയായി. വാട്ട് ഈസ് ന്യൂ, സംതിങ് ഫ്രഷ്. അതെ, അങ്ങനെയും പറയാം. അപ്പോൾ അതേപോലത്തെ പല ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തപ്പി വന്നപ്പോൾ നമ്മൾ അജ്മാനിൽ തന്നെ ഒരു ചെറിയൊരു ബുട്ടീക്ക് ഒരു ഫാക്ടറി നമ്മൾ മീറ്റ് ചെയ്തു. അവിടെ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ ഇറ്റ് വാസ് മാർവലസ്. വി ഫെൽ ഇൻ ലവ് വിത്ത് ദ ഹോൾ തിങ്. ആൻഡ് വി ഹാഡ് എ വെരി ക്ലോസ് ഫ്രണ്ട്. പുള്ളിക്കാരൻ അഡ്രസ് ഹോട്ടലിലത്തെ പേസ്ട്രി ഷെഫായിരുന്നു, ഹെഡ് ഓഫ് പേസ്ട്രീസിൻ്റെ. അപ്പം പുള്ളിക്കാരനും കൂടി പറഞ്ഞു ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത്. ആസ് ഇൻ ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ്, ഇറ്റ്സ് ചോക്ലേറ്റ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്നോവേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ഇപ്പോഴും ഇവിടെ മാർക്കറ്റ് ഇല്ല, ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇന്നോവേഷൻ ആസ് അഡ്വർടൈസിങ് ഓർ മാർക്കറ്റിംഗ്, ക്രിയേറ്റിംഗ് വാസ് ഓൾവേസ് passion for us. As an architect also, why I became an architect is because to create, to do something from scratch, from a drawing to a constructed building. So it was always there. അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, ദെൻ വി പ്രൊക്യൂർഡ് ദീസ് ചോക്ലേറ്റ്സ് ടു ടെസ്റ്റ് ഔട്ട് ദ മാർക്കറ്റ്. നമ്മൾക്ക് ഈ പറയുന്ന ഈ ക്ലയൻസ് നമ്മൾ ലെവറേജ് ചെയ്തിട്ട് സാമ്പിളിംഗ് ഒക്കെ ചെയ്തപ്പോൾ വിത്തിൻ എ സ്പാൻ ഓഫ് 3 months we did about 6 figures. Yeah, and 6 figures in dirhams. Yeah, in dirhams. And we were shocked. Yeah, we were shocked. എന്താ വെച്ചാൽ മെയിൻലി വി വർ ദ റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം. ഇറ്റ് വാസ് അറൌണ്ട് ദ എൻഡ് ഓഫ് ഇയർ സീസൺ. അപ്പോൾ ആ സമയത്ത് ഗിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, ന്യൂ ഇയർ ക്രിസ്മസ് ടൈമിൽ. അപ്പം നമ്മളെ എക്സിസ്റ്റിംഗ് ക്ലയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ സാധനം കൊടുത്ത് അത് സ്നോ ബോൾ ചെയ്ത് ഒരു 6 ഫിഗേഴ്സിൻ്റെ ജോബ് ഓർഡേഴ്സായി മാറി. അപ്പം നമ്മളൊന്ന് ഷേക്കായി, ഇതെന്താ ഇപ്പം സംഭവിച്ചെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ വെച്ചാൽ ഓക്കെ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു മാർക്കറ്റ് ഉണ്ട്. നമുക്ക് അറിയുന്ന നമ്മളെ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത് ഒരു അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ബോക്സസ് അല്ലെങ്കിൽ ഗിഫ്റ്റിംഗ് സൊല്യൂഷൻസ് കൊടുക്കാം വിത്ത് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് ഡിഡ് ഡീസെൻ്റ്ലി വെൽ. ഓൾമോസ്റ്റ് ഒരു 9 months ആയപ്പോൾ തന്നെ നമ്മൾ വർക്ക് ചെയ്ത മാനുഫാക്ചർ സ്ലോലി മനസ്സിലാക്കാൻ തുടങ്ങി. ഓക്കെ, ഇവന്മാർ സ്ഥിരം കസ്റ്റമറാണ്, എന്നാൽ പിന്നെ ഇനി നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുക വെച്ചാൽ അവർ റെസിപ്പീസ് മാറ്റി പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ദേ ചാർജ് ചേഞ്ചിങ് ദ ഇൻഗ്രീഡിയൻസ്. അവർ കമ്മിറ്റ് ചെയ്ത ടൈം ലൈൻസ് ഒക്കെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങി, നമ്മൾ കസ്റ്റമേഴ്സ് തന്നെ പറയാൻ തുടങ്ങി എന്തോ മാറിയിട്ടുണ്ടെന്ന്. കാരണം കുറച്ച് ആൾക്കാർ റെഗുലറായിട്ട് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അവർ തന്നെ പറയാൻ തുടങ്ങി എന്തോ മാറിയിട്ടുണ്ട് അശ്വിൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് അവർ നമ്മളോട് പറയാണ്ട് മാറി എന്നുള്ളത്. ആൻഡ് ദേ വർ നോട്ട് വില്ലിങ് ടു ഗോ ബാക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലായി നമ്മൾ ഇതിപ്പോൾ ഒരു ഫുൾ ടൈം ഓർ ഇഫ് ദിസ് ഇസ് ദ വിഷൻ വി ഹാഡ് ഫോർ ദ ബ്രാൻഡ് ഇസ് നോട്ട് ദിസ്. നമ്മൾക്ക് വി ഹാവ് ടു ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. കണ്ണും പൂട്ടിയിട്ട് നമ്മൾ ചെറിയൊരു കിച്ചൺ സ്പേസ് നമ്മൾ എടുത്തു.